ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സഭയിൽ ഇന്ന് ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് ശശി തരൂർ. ഇപ്പോൾ ശശി തരൂർ പൂർണ്ണമായി തന്നെ കോൺഗ്രസ്സുകാരനല്ലാതെ ആയി മാറിയിരിക്കുകയാണ്. അല്ല, ഇതിപ്പം ഒന്നുകൂടെ കോൺഗ്രസിനെ വെട്ടിലാക്കും, അതിനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ആണ് ചോദിച്ചിരിക്കുന്നത് സംസാരിക്കാൻ തയ്യാറുണ്ടോ എന്ന്. എന്തുകൊണ്ടാണ് സംസാരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചത്? ഇവരെന്താ നേരത്തെ കേന്ദ്ര നേതൃത്വം ചോദിച്ചല്ലോ, വിദേശങ്ങളിലേക്ക് പോകാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളവരുടെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. അന്ന് കൊടുത്ത ലിസ്റ്റിൽ തരൂരുണ്ടായിരുന്നു? ഇല്ല, അന്ന് തരൂരിനെ ഉൾപ്പെടുത്തിയില്ല. ഇവർ തരൂരിനെ മോദി ഉൾപ്പെടുത്തുകയായിരുന്നു നീ ചെയ്തത്. അപ്പോൾ അന്ന് റിജക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ എന്താ, ഇവർക്ക് തരൂരിനെ തഴയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഓർക്കുന്നത് തരൂരിനെയാണ്. ഈ തരൂരാണ് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേറ്റ് ചെയ്തതെന്നുള്ള രീതിയിലായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഇപ്പോൾ ചോദിക്കാനുള്ള കാര്യം എന്താണ്? ഇവർ പതുക്കെ സ്പീക്കർ സംസാരിക്കാനാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാർട്ടിയേക്കാൾ വളർന്നു ശശി തരൂർ എന്നുള്ളതാണ്. ഈ സ്പീക്കർ ഇദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. സ്പീക്കർ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു തരൂരിന് സംസാരിക്കാം. കാരണം വിദേശങ്ങളിലേക്ക് പോയ പല ടീമുകളിൽ ഒരു സംഘത്തിൻ്റെ തലവനാണ്. അതിൽ ഏറെ വിദേശങ്ങളിലൊക്കെ അംഗീകാരം കിട്ടിയത് തരൂരിന്. പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലാണ് ഈ ശശി തരൂർ സന്ദർശനം നടത്തിയത്. അദ്ദേഹത്തിന് 2 കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ തരൂർ സ്പീക്കർ എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സംസാരിക്കാൻ തയ്യാറാകും. കാരണം ഈ സംഘത്തലവനായതുകൊണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇല്ല എന്നുള്ള രീതിയിൽ. കാരണം എന്താണ്, പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കും. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ നിലപാടുകൾക്കൊക്കെ വിരുദ്ധമായി മാറാൻ വഴിയൊരുക്കും. അപ്പോൾ ഈ പുറത്താക്കാനുള്ള ചില കെണി ഉണ്ടാക്കി കൊടുക്കുകയാണോ എന്ന് സംശയമുണ്ട്. തരൂർ കോൺഗ്രസ് വിട്ടുപോകാതെ അതിനകത്ത് നിന്നുകൊണ്ട് പൊരുതാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇത് എന്തോ ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് BJP കേന്ദ്ര നേതൃത്വം ഒക്കെ ആയിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ അമിത്ഷായുടെയൊക്കെ തലയാണ് അത്. അവർ വർക്കൗട്ട് ചെയ്യുകയാണ് എങ്ങനെ ഏത് തരത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട്. ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ നീക്കവും കോൺഗ്രസിനെ അനുദിനം വെട്ടിലാക്കുന്ന രീതിയിലല്ലേ. കോൺഗ്രസ് എന്ത് പ്രവർത്തിക്കുമോ അതിന് വിപരീതമായാണ് ശശി തരൂർ പ്രവർത്തിക്കുക. അതെ, ഇപ്പൊ സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നു. അവ സംസാരിക്കില്ല. യഥാർത്ഥത്തിൽ സംസാരിക്കാൻ യോഗ്യൻ അർഹതപ്പെട്ട ആൾ തരൂരാണ്. അപ്പോൾ എന്താണ് നീക്കം? തരൂരിനെ അതിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെ തരൂർ ഇതിനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും, തരൂരിനോട് ചോദിച്ചു സംസാരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചു. തരൂർ ഒരിക്കലും താല്പര്യമില്ല എന്ന് പറയേണ്ട ആളല്ലല്ലോ അവിടെ. കാരണം തരൂർ ഇതിനെപ്പറ്റി അറിയാം. ഇത് ഇപ്പോൾ ആരാണ് തുടങ്ങുന്നത്? കോൺഗ്രസിൽ നിന്ന് ഗൗരവ് ഗോഗോയാണ് സംസാരിക്കുന്നത്. ഇന്ന് തുടങ്ങി വയ്ക്കും. അപ്പോൾ മറ്റു പലർക്കും, അപ്പോൾ അദ്ദേഹത്തെക്കാളും പ്രധാനമായിട്ട് സംസാരിക്കേണ്ട ആളാണ് തരൂര്. അപ്പോൾ ഇതിന് പിന്നിൽ എന്തോ ഒരു നീക്കമില്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ചർച്ചയിൽ ഇടപെടാൻ തരൂർ തയ്യാറാവും. അത് സ്പീക്കറുടെ ഇടപെടലിലൂടെ ആയിരിക്കും അത് സംഭവിക്കുക. എനിക്ക് തോന്നുന്നു അതിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ ഇവർ പറയുന്നത് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. സ്പീക്കർ ആവശ്യപ്പെടുമ്പോൾ സംസാരിക്കുക. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യുകയാണ്, കോൺഗ്രസിനെ വെട്ടിലാക്കാനായിട്ടുള്ള ശ്രമമായിരിക്കും ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇത് വേറെ ചില കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തരൂർ തിരുവനന്തപുരത്തുണ്ട്. അതിലും മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം കേരളത്തിൽ സജീവമാണ്, പക്ഷെ ഒരു പരിപാടിയിൽ പോലും കോൺഗ്രസ് പങ്കെടുപ്പിക്കുന്നില്ല. ബാക്കിയുള്ളവർ, കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകുന്നു, സ്വീകരണങ്ങളിൽ പല പരിപാടികളിലും ക്ഷണിക്കുന്നു. അതെന്താണ് കേരളത്തിൽ ഇങ്ങനൊരു മാറ്റം? ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് PK ശിവദേവ് സാഹിത്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ്. അടൂർ ഗോപാലകൃഷ്ണന് അദ്ദേഹത്തെ ഒന്ന് വിശേഷിപ്പിച്ചു. 2 ദിവസം മുമ്പ് പാലയിലുണ്ടായിരുന്നു. അതെ, അത് വലിയ വാർത്തയാണ്. അപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ വിശേഷിപ്പിച്ചത് സാധാരണ ഒരു ശരാശരി മലയാളിയുടെ ഔന്നത്യത്തിനപ്പുറമാണ് തരൂരിന് കിട്ടിയിരിക്കുന്നത്.
അതാണ് തരൂരിന് കുഴപ്പവും ഉണ്ടാക്കിയിരിക്കുന്നത്. തരൂർ നേരിടുന്ന പ്രശ്നമൊന്നും അടൂര് പറയുന്നു. ശരിയാണ്. തരൂര് കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് പാർട്ടിയിലുള്ള സാധാരണ ഉള്ളവരെക്കാളും ഒക്കെ ഉയർന്ന പ്രൊഫൈലല്ലേ തരൂരിനുള്ളത്. അത് തരൂരിന് അതൊരു കുഴപ്പമായി തീർന്നു എന്നുള്ള രീതിയിൽ. കാരണം അങ്ങനെ അത്രയും പ്രൊഫൈലുള്ള ഒരാൾ ഈ കോൺഗ്രസ് പാർട്ടിയിലെ ഈ താഴെത്തട്ടിലുള്ളവരുടെ അടുക്കൽ വിനയം കൊണ്ട് തല കുനിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അറിവും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും ഭാഷണ രീതിയും ഒക്കെ കോൺഗ്രസ്സുകാർക്ക് പറ്റിയതല്ല. ഇപ്പോൾ അടൂർ പറയുന്നുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ്റെ വഴിയിലൂടെ പോകാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഭയെ വിശേഷിപ്പിച്ചതാണ്. അപ്പോൾ എന്തായാലും ഈ പാർലമെൻറ്റിനകത്ത് നടക്കാൻ പോകുന്ന ഈ ഓപ്പറേഷൻ തരൂർ കോൺഗ്രസ്സിനെ തീർത്തും വിട്ടില്ലാക്കും. അപ്പോൾ ഇനി ഇത് അടുത്ത എന്തോ ചുവടുവെപ്പ് നീക്കമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ല, പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഹൈക്കമാൻഡ് മൗനത്തിലാണ്. ഹൈക്കമാൻഡിന് ശശി തരൂരിന് ഭയമാണോ? അല്ല, ഹൈക്കമാൻഡ് നേരത്തെ പറഞ്ഞു പ്രകോപിപ്പിക്കണ്ട, കാര്യം ഇവർക്കറിയാം സംഗതി വഷളാക്കുമെന്നറിയാം. കാരണം തരൂർ എടുത്തിരിക്കുന്ന നിലപാടൊക്കെ തന്നെ ഏത് സാധാരണ മനുഷ്യനും വായിച്ചറിഞ്ഞാൽ അത് ശരിയാണ്. അതാണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി വിദേശങ്ങളിൽ പോയി സംസാരിച്ചു എന്ന് പറഞ്ഞ് എന്ത് കുഴപ്പമാണ് സംഭവിക്കാൻ പോകുന്നത്? അത് നല്ലതല്ലേ? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ അദ്ദേഹം നിലകൊള്ളുന്നത്? അപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം ഇന്ത്യയെ വിമർശിക്കുന്ന ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെനിക്ക് തോന്നുന്നു വേറെ തന്ത്രത്തിലേക്ക് പോവുകയാണ്. കാരണം ഇദ്ദേഹത്തിനോട് ചോദിച്ചു മാധ്യമപ്രവർത്തകർ, ഉപരാഷ്ട്രപതി സ്ഥാനം എന്തായി? അയ്യോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. പിന്നെ UN സെക്രട്ടറി ജനറൽ അത് അദ്ദേഹം പറയുന്നു ഇനി അങ്ങനെ ഒരു ഏഷ്യയിലൊക്കെ ഉള്ള ഒരു സാധ്യത വരുന്നത് 2040 ശേഷമേ ഉള്ളൂ. 2040, ഇത് 25, 15 വർഷമുണ്ട്. തരൂരിന് വയസ്സ് അപ്പോഴത്തേക്ക് 80-85 ആകും. ഇപ്പോൾ ഏതാണ്ട് ഒരു 70 ആകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വേറൊരു കാര്യം ചോദിക്കും, VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് 52ാമത്തെ വയസ്സിലല്ലേ? തരൂർ ചിലപ്പോൾ അപ്പോഴും ഊർജ്ജസ്വലനായിരിക്കും. ഒരാളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ UN സെക്രട്ടറി ജനറലിനും ചിലപ്പോൾ അവിടെയും പ്രായപരിധി ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ അതുകൊണ്ടാണ് തരൂർ അത് 2040 എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. കാരണം അത് ചിലപ്പോൾ അത് പ്രായോഗികമല്ലല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ നമ്മുടെ രാജ്യം കൊടുക്കുന്ന എന്തോ ഒരു വലിയ നയതന്ത്ര സ്ഥാനം തരൂരിനെ തേടിയെത്തും, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉപരാഷ്ട്രപതി, പിന്നീട് അങ്ങോട്ട് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പോലും എത്താം. എന്തായാലും ഒരു വിദേശകാര്യ മന്ത്രിയോ സഹമന്ത്രി എന്നുള്ളതില്ല, ഇനി ഒരു ആലോചന വേണ്ട. അങ്ങനെയൊന്നും അല്ല അദ്ദേഹത്തെ നിർത്തേണ്ടത്. അപ്പോൾ ആ തരത്തിലേക്ക് ഉയരങ്ങളിലേക്കുള്ള ഒരു പോക്കായിരിക്കും നമ്മൾ കാണാൻ കഴിയുന്നത്. അത് BJPയുമായിട്ട് ചേർന്ന് തന്നെ ആയിരിക്കും. അതിന് കോൺഗ്രസിനെ ഒന്നുകൂടെ വരിഞ്ഞു മുറുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പതുക്കെ തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പും കൊണ്ടുവരണം. അതിനും തന്നെയാണ് BJPയുടെ ആലോചന. അങ്ങനെ അതിലൂടെ തിരുവനന്തപുരവും BJPക്ക് പിടിക്കുക, പിന്നീട് ചുവട് വെച്ച് പോവുക. അപ്പോഴത്തേക്ക് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇവിടെ ചില സീറ്റുകൾ BJP നേടിയിരിക്കും. അപ്പോൾ കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക് തരൂർ ഒരു ഘടകമായി മാറാൻ പോവുകയാണ് എന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.